ആന്റി റാബിസ് ഡേയുടെ ഭാഗമായി പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അംഗനവാടികളിലും പേവിഷബാധയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പോസ്റ്റർ പ്രചാരണവും ബോധവൽക്കരണ ക്ലാസും നൽകി. പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. പിന്നെ ഓടാനും പറ്റൂല, നിന്ന് പോയില്ലേ. ഇനി അഥവാ അങ്ങനെയൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനി അഥവാ നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന വഴിക്കാണെങ്കിലോ എന്ത് ചെയ്യും? ഓടണം. തിരിച്ചിരുന്ന് പട്ടീനെ ഓടിക്കാനൊരു ശ്രമം നടത്തണം. എന്നിട്ട് ശരിയായില്ല, കടിയൊക്കെ കൊണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ എത്തിയിട്ടാണെങ്കിൽ പോലും ടീച്ചർമാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ഉള്ള കാര്യം പറയണം. ഇനി പട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞ സാധനം. ഇഞ്ചക്ഷൻ ഒക്കെ പിന്നെയാണ് കേട്ടോ. ഇഞ്ചക്ഷൻ ഒക്കെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ. ആദ്യം എന്താ ചെയ്യേണ്ടത്? പട്ടി കടിക്കുകയോ മാന്തുകയോ പട്ടിയുടെ നഖം കൊണ്ട് മുറിവ് പറ്റുകയോ എന്തെങ്കിലും ചെയ്താൽ ഏറ്റവും ആദ്യം എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യാ? സോപ്പും വെള്ളവും ഇട്ട് കഴുകണം. അപ്പൊ എന്ത് സോപ്പായിട്ട് കഴുകണം? മരുന്ന് സോപ്പ് വല്ലതും വേണോ? ഒന്നും വേണ്ട. നമ്മൾ സാധാരണ കൈ കഴുകുക കുളിക്കുകയൊക്കെ ചെയ്യുന്ന സോപ്പില്ലേ, ആ സാധനം വെച്ച് നല്ലോണം പതപ്പിച്ച് കഴുകണം. ആന്റി റാബിസ് ഡേയുടെ ഭാഗമായാണ് പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അംഗനവാടികളിലും പേവിഷബാധയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 17 അംഗനവാടികളിലും 10 സ്കൂളുകളിലുമായി പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസുമാണ് നടന്നത്. ചടങ്ങിൽ പേവിഷബാധയെക്കുറിച്ചുള്ള പോസ്റ്റർ പ്രകാശനവും നടത്തി. പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പട്ടുവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ, മുതുകുട LP സ്കൂളിലും പോസ്റ്ററുകൾ പ്രധാന അധ്യാപകർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ പബ്ലിക് ഹെൽത്ത് ജീവനക്കാരും ചടങ്ങിൽ പങ്കാളികളായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകാന്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ രാജേഷ് ശ്രീരാജ്, ലജിത AV, ഗ്രീഷ്മ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഭാവന, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർമാരുമായ സാജിദ, നീന, നിമ്മി തുടങ്ങിയവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.